ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും VIP കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങാച്ചാറാണ്. കയ്പില്ലാത്ത നാരങ്ങാച്ചാർ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കായപ്പൊടി, ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, മുളക് പൊടി, അത് നമ്മൾ കളറിനും എരിവിനും കൂടെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, കടുക്, ഉപ്പ്, വിനാഗിരി. ഇത് ഞാൻ കടുകും ഉലുവായും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ മെയിൻ സാധനം നാരങ്ങ. ഇനി നമുക്ക് നാരങ്ങാച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്ടിയൊക്കെ വെച്ചു. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് സാധാരണ അച്ചാർ വെക്കുമ്പോൾ ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. ഇനി നമുക്കിതിലേക്ക് അല്പം കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലെണ്ണയ്ക്കകത്ത് ഇതിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലുണ്ട്. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിൻ്റെ കളറും മാറി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കടുകും ഉലുവയും കൂടെ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ്. അതിട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുളക് പൊടി ഇടുമ്പോൾ സൂക്ഷിച്ചിടുക. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ മുളക് പൊടിയും നന്നായിട്ട് ഇതിനകത്ത് മൂപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ മസാലയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കണം. ഈ നാരങ്ങയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് 1 വർഷത്തോളം അമ്മ ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങയാണ്. ഞാൻ അരിഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞായിരുന്നു. കുരുവും കൂടി ഇട്ട് നമ്മൾ അച്ചാർ വെക്കുമ്പോൾ ഭയങ്കര കയ്പ്പാണ്. കുരു ഇല്ലാതെ വെക്കുമ്പോൾ കയ്പ്പ് ഒട്ടും കാണുകയില്ല. നാരങ്ങയും മസാലയും കൂടെ നന്നായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടുപ്പിൽ വെച്ചാൽ മതി. കാരണം ഇത് നമ്മൾ 1 വർഷത്തോളം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് ഉപ്പും പിടിച്ച് ഇരിക്കുന്ന നാരങ്ങ ആയതുകൊണ്ട് നമ്മളിത് ഒത്തിരി വേവിച്ചൊന്നും എടുക്കണ്ട. ഇങ്ങനെ നമ്മൾ ഇട്ട് വെക്കുന്ന ഈ നാരങ്ങാച്ചാർ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കരുത്. കാരണം അത് പെട്ടെന്ന് പൂത്ത് പോകും. അതുപോലെ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറേ നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു രുചിക്കൂട്ടുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.